മാത്രമുണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ എല്ലാത്തിനും ഒരു കാലം ദൈവം. ജനിക്കുവാനൊരു കാലം, മരിക്കുവാനൊരു കാലം, ഹല്ലേലൂയ ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകാനും സൗഖ്യത്തിനും വിടുതലിനും എല്ലാം ഒരു കാലം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. നാം ഇന്ന ദേശത്ത് ഇത്ര നാളായിരിക്കണമെന്നും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. കർത്താവിൻ്റെ സെക്കൻഡ് വരവിന് എന്നാണ് സംഭവിക്കുന്നതെന്നും ഒരു കാലം ദൈവം ഹല്ലേലൂയ കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ഏതെങ്കിലും വിഷയത്തിലൂടെ കടന്നു പോകുന്നോ, ദൈവത്തിൻ്റെ ബലമുള്ള കൈകീഴിൽ താണിരിക്കാം. തക്ക സമയത്ത് ദൈവത്തിൻ്റെ അപ്പോയിന്റഡ് ടൈമിൽ ദൈവം അവിടുന്ന് ഉയർത്തുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അതുപോലെ തന്നെ സഭാപ്രസംഗി 3:11 വായിക്കുന്നു, അവൻ സകലവും അതാതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദ്യോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിയുകയില്ല. ദൈവം ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഗ്രഹിപ്പാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ഹൃദയത്തിൽ നിത്യതയും ദൈവം വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാതിൻ്റെ സമയത്ത് എല്ലാം ഭംഗിയായി നമ്മുടെ ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് ഒരു ഡിവൈൻ ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആ സമയത്തിന് മുൻപാകെ ദൈവസന്നിധിയിൽ താണിരിക്കാം. സ്തോത്രം. അതുപോലെ തന്നെ ഹബക്കൂക്കിന്റെ പുസ്തകം ഹല്ലേലൂയ 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അത് വരും, നിശ്ചയം താമസിക്കുകയില്ല. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ തക്ക സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, അത് തെറ്റാതെ ആ സമയത്ത് തന്നെ നടക്കുവാൻ ഇടയായിത്തീരും. അത് വൈകിയാലും അതിനായി നാം കാത്തിരിക്കണം, അത് വരും, നിശ്ചയം. നമുക്ക് ഉറപ്പും ധൈര്യം ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ, ദൈവം പറഞ്ഞിരിക്കുന്ന വിടുതലുകൾ, എൻ്റെ കർത്താവിൻ്റെ വരവിൽ ഞാൻ എടുക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. അതിനായി ഞാൻ കാത്തിരിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, ആ നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ധൈര്യത്തോട് പറയുവാൻ നമുക്ക് കഴിയട്ടെ. അതുപോലെ തന്നെ സങ്കീർത്തനം 27:14 പറയുന്നു, യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെടുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, യഹോവയ്ക്കായി തന്നെ കാത്തിരിക്കുക. ജീവിതത്തിലെ പ്രതികൂലങ്ങളിൽ കടന്നു പോകുന്ന ഓരോ ദൈവ പൈതലും അറിഞ്ഞിരിക്കേണ്ടത് യഹോവയ്ക്കായി കാത്തിരിക്കുക, ധൈര്യപ്പെടുക. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും ധൈര്യപ്പെടുക, ഭയപ്പെടാതെ. എൻ്റെ ദൈവം കടത്തിവിടുന്ന എല്ലാ വിഷയത്തിന്റെ പിന്നിലും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ദൈവനാമം മഹത്വപ്പെടുവാനാണ് എന്നുള്ള ഒരു ധൈര്യ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് തീർച്ചയായും നമ്മുടെ പ്രതികൂലങ്ങളെ ജയിപ്പാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന് ബലമുള്ള കൈകീഴിൽ താണിരിപ്പി. തക്ക സമയം, ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. അതിനായി നമുക്ക് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.